അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു തരം ആളുകളെക്കുറിച്ചാണ്. ഞാനിത് പറയുമ്പോൾ പലർക്കും ഇതൊരു തമാശയായിട്ട് തോന്നാം. എന്നാലും ഇവരെ കൊണ്ടുള്ള നമ്മുടെ നാട്ടിലെ ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല, പലർക്കും മാനസികമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഗ്രൂപ്പ് ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് 50, 60, 70 ഒക്കെ വയസ്സുണ്ടാകും. എന്നാലും ഇവരുടെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞവരെ കണ്ടാലും, അതായത് പെണ്ണുങ്ങളെ കണ്ടാൽ ചേച്ചി, ഇത്ത എന്നൊക്കെയാണ് വിളിക്കുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു അഭിപ്രായം അത് സ്ത്രീകളോടുള്ള ബഹുമാനം കൊണ്ടെന്നാണ്. പക്ഷേ സ്ത്രീകളോടുള്ള ബഹുമാനം ചേച്ചി, ഇത്ത എന്ന വിളിയിലൂടെയല്ല കാണിക്കേണ്ടത്. അതിന് പല അവസരങ്ങളുമുണ്ട്. നേരെ മറിച്ച് ഇവരുടെ മുഖത്ത് നോക്കി അങ്കിളെന്നോ മാമനെന്നോ വിളിച്ചാലോ, ഇങ്ങനെ വിളിക്കാൻ എനിക്കിത്ര പ്രായമൊന്നുമില്ല എന്ന് ഇവർ തുറന്നടിച്ച് പറയും. അപ്പോൾ സ്ത്രീകളെല്ലാം പുരുഷന്മാരെക്കാളും പ്രായമുള്ളവരാണെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? അറിയില്ല. അത് അവരുടെ ഒരു മനസ്സുഖത്തിന് വിളിക്കുന്നതായിരിക്കാം. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. നമ്മുടെ അച്ഛൻ്റെയും ഉപ്പയുടെയും ഒക്കെ പ്രായമുള്ള ആൾക്കാർ നമ്മളെ കയറി ചേച്ചി, ഇത്ത എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു മനോവിഷമം ഉണ്ടാവുമല്ലോ. അതും പബ്ലിക്കിൽ വെച്ചാണ് ഇവരിങ്ങനെ വിളിക്കുക. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ കല്യാണം എന്നാണോ കഴിയുന്നത് അന്ന് തൊട്ട് അവളുടെ പ്രായം ഭർത്താവിൻ്റെ പ്രായത്തിനൊപ്പമാണ്. ഭർത്താവിന് 10 വയസ്സ് കൂടുതലാണെങ്കിൽ അവളുടേതും അത്ര തന്നെയാവും. അയാളുടെ വീട്ടിലെ അവളെക്കാൾ മുതിർന്ന ആളുകൾ പോലും ചേച്ചി, അമ്മായി എന്നൊക്കെയാണ് വിളിക്കുക. തിരിച്ച് അവൾ അവളെക്കാൾ മുതിർന്നവരെ പേര് വിളിക്കണം. എന്ത് കഷ്ടമാണിത്! പണ്ടോരൊക്കെയോ ഉണ്ടാക്കിയ വ്യവസ്ഥകൾ മാറ്റാൻ ഈ നൂതന കാലത്തും പല സ്ഥലങ്ങളിലും ആളുകൾ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണേ.